ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി 10 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ടാട്ടോ പറയുന്നത്. 8ാം ക്ലാസ് തൊട്ട് തുടങ്ങിയ പ്രണയമാണ്. ഇപ്പോൾ അവന് 24 വയസ്സായെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നോക്കുമ്പോൾ 10 വർഷമായിട്ടുണ്ടാവും. ഈ ഒരു കാലയളവിൻ്റെ ഉള്ളിൽ അവരെന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ പേടിച്ചിട്ടല്ല അവർ ഇത്രയും കാലം പ്രണയിച്ചത്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രണയിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല. പെണ്ണിനെയും ആണിനെയും പ്രണയിക്കുന്ന കാലമല്ലേ. ഈ ഒരു ബന്ധത്തിന് ഓളം നോക്കുമ്പോൾ അപ്പൊക്കൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. അത് സ്വാഭാവികം. കാരണം അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലും നമ്മളും ഇതേപോലൊക്കെ തന്നെ ചിന്തിക്കുള്ളൂ. നിക്കാഹ് 3 മണിക്കായിരുന്നു. 2 കൂട്ടരുടെയും മഹലിലൊന്നായതുകൊണ്ട് പള്ളി നിറച്ചു ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മഗ്‌രിബിന് ശേഷമാണ് പെണ്ണുങ്ങൾ പോയത് മുട്ടായിടാൻ വേണ്ടിയിട്ട്. ഇത് പെണ്ണിനെ ഓരോ വീട്ടിലുള്ള കുട്ടികളെല്ലാവരും കൂടി സ്റ്റേജിലേക്ക് കൊണ്ടുപോവാണ്. ഇനി ഞാൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇനി നിങ്ങൾ എന്നെ കേട്ടു. നല്ലവർക്ക് പറ്റിയ പാട്ടാണ് വെച്ചിട്ടുള്ളത്. അടുത്ത പരിപാടി താലികെട്ട ചടങ്ങാണ് കേട്ടോ. അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് തീർന്നു പോയിക്കുകയാണെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ പിന്നെയും നമുക്ക് ചെയ്യാമല്ലോ. ഫുഡ് തീർന്നു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ പാൽക്കപ്പയാണ്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ അവിടെ പടകം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താണ്, അതിൽ തന്നെ ഫുഡ് ഐറ്റംസിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും കൊണ്ടുവച്ചത് പ്ലേറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ളവർക്ക് എടുത്തു കൊടുക്കാൻ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് വന്നപ്പോൾ കുട്ടികളെ ദഫ്മുട്ട് ഉണ്ടായിരുന്നു. അത് കുറച്ച് സമയം കണ്ടിരുന്നു. ഈ ദഫ്മുട്ട് ഞാൻ ലാസ്റ്റ് കണ്ടത് എൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ് കേട്ടോ. കല്യാണ പരിപാടിയിൽ ദഫ്മുട്ട് കാണുന്നത് എൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ്. പിന്നെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇനി ഞാൻ കല്യാണത്തിന് പോവാത്തത് കൊണ്ടാണോ, അങ്ങനത്തെ ദഫ്മുട്ടൊക്കെ ഉള്ള കല്യാണത്തിന് പോവാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്താണെന്നറിയില്ല. എനിക്ക് ദഫ്മുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എവിടെ കണ്ടാലും കുറേ സമയം ഇങ്ങനെ നോക്കിയിരിക്കും. ഇവരെ ദഫ് കഴിഞ്ഞാൽ വേറെയും കുട്ടികളുടെ ദഫ് ഉണ്ടായിരുന്നു. അതൊന്നും കാണാൻ ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾക്ക് കൊടുവള്ളി എത്തണം. 8ൻ്റെ 5ൻ്റെ ഒക്കെ മക്കൾക്ക് രാവിലെ മദ്രസ ഉണ്ട്. അവർക്ക് മദ്രസ പോകാൻ നേരം വൈകും. 6 മണിക്കുള്ള മദ്രസക്കാരുണ്ട്, 7 മണിക്ക് മദ്രസക്കാരുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ ഇറങ്ങും. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു